ഓ, കഥ റെഡി ആയിട്ടില്ലെന്നേ. ആ, തുടങ്ങണം. ആ, തട്ടിക്കൂട്ട് പരിപാടി മേലെ പെണ്ണുമ്പിള്ളയുടെ ആഭരണം 2.5 കോടിയാണ് പോയത്. താൻ വേറെ വല്ലതും പറ. ആ, മധു, നീ എവിടാ? പുറത്താന്നോ? സാർ ഓർഡർ തന്നത് വേണ്ടേ? എന്റെ ബില്ലല്ലേ താൻ അടിച്ചോ. എന്ത് പറ്റി സാർ? ഇനി ഇവിടെ എന്നാ കൂടുതൽ വല്ലതും പറ്റും. നമസ്കാരം. ഞങ്ങൾ വരുന്ന ന്യൂസ് കിട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? രാമേശ്വരത്ത് പോയാൽ ശനീശ്വരൻ കൂടെ വരുമെന്ന് കേട്ടിട്ടില്ലേ? എടാ മധുവേ, പോലീസിനെ വിളിക്കടാ. എനിക്കിവിടെ മനസ്സമാനോട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ഇതാണല്ലോ പ്രൊഡ്യൂസർ. ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസറെ കാണുന്നു. ഞാൻ വിചാരിച്ചു പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ ഇതിപ്പോ നമ്മളൊക്കെ പോലെ അല്ലയോ? സംസാരിക്കണമെന്നറിയോ? ആണ് താനെത്ര ചൂടാവുന്നത്? പ്രിയനോട് കളിക്കരുത് കേട്ടോ. ഇയാളെത്ര ചൂടാവുന്നത്? ഇത് സാറിന്റെ അർത്ഥം അല്ലയോ? ആ, എല്ലാ എർത്തുകളും ഇങ്ങനെ. ഏമാനേക്കാളും വലിയ പുള്ളികളാന്നാ വിചാരം. ഏമാൻ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ആദ്യം വലിയ ഈ എർത്തായിരിക്കും കേട്ടോ. എന്റെ കഞ്ഞി പാറ്റിയിട്ടരുത്, മിണ്ടായിരിക്കും. അയ്യോ സാറേ, ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും മുന്നേ വെച്ച് ഇയാളെന്നെ കൊച്ചാക്കിയപ്പോ സാർ നിൽക്കുന്നത് നോക്കാതെ ക്ഷമിക്കണം കേട്ടോ സാറേ. ആരാ ഇയാള്? എനിക്ക് വേണ്ടി കഥ പറയാൻ വന്നാളാ. അതിപ്പോ ഞങ്ങള് ഒരു കഥ കേൾക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ല, നമുക്ക് കേട്ടേക്കല്ലേ? പറയാൻ പോകുന്ന ഈ കഥയുടെ ആശയം ഒറ്റ വാക്കി പറയാവോ? അച്ചായത് വിജനമായ പാതയിലൂടെ ഒരു ഏകാന്ത പതികൻ വെയിലത്ത് വരുന്നു എന്ന മട്ടിലാണെങ്കിൽ അതിന് സമയം കളയണമെന്നില്ല. സാറേ, കഥ പറയാനെന്ന് എനിക്കറിയില്ല. എന്നാലും ഒറ്റ വാക്കി പറഞ്ഞാ ജയിക്കാൻ തീരുമാനിച്ചവനെ തോപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഈ കഥ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? നമുക്ക് നായകന്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം അല്ലയോ? നമുക്ക് കുഞ്ഞുനാളിലെ അമ്മമാര് കഥയൊക്കെ പറഞ്ഞു തരത്തില്ലയോ? ഒരു രാജാവ്, 3 മക്കള്, അവരുടെ ബാല്യമൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോ നായകന്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. അങ്ങനെ ഒരു തുടക്കം നന്നായേക്കും. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ തുടങ്ങും. അച്ചായ ഈ പോയിന്റിൽ നമ്മുടെ ടൈറ്റിൽ ആരംഭിക്കും. തുടക്കം എങ്ങനെയുണ്ട്? ഓഡിയൻസിന്റെ മനസ്സൊന്ന് വൈബ്രേറ്റ് ചെയ്യും. വൈശാഖൻ സാറിന് തന്നെ കേട്ടോ കഥ. ഞാനൊന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളൂ. ഈ ഭാഗം നമുക്ക് ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യാം. ഞാൻ ഫ്രാൻസ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാ. ഇങ്ങനെയൊക്കെ ഒരു പട്ടിണി ഉണ്ടോ? അതൊക്കെ എക്സാജറേഷൻ ആയി പോകത്തില്ലയോ? അയ്യോ അച്ചായൻ സാറേ, സാർ എന്റെ കൂടെ വന്ന 3 നേരം പട്ടിണി കിടക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കത്തുള്ളൂ, അതാ കുഴപ്പം. പക്ഷേ ഒരു കാര്യം, സംഗതി ഉഗ്രന 100 ദിവസം ഓടും. ത്രെഡ് അച്ഛൻ ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്ക് അതെ ഒക്കെ ഞാൻ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇന്റർവ്യൂ വരെ പറയാം. ഈ കഥ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യും എന്നിട്ട് നോക്കാം. ശരി അച്ചായ. കഥ പറഞ്ഞ് കൊളമാക്കിയായിരുന്നു. കലക്കി മോനെ. നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക് വിട്. ഇന്ന് എന്റെ വക ചെലവാണ് പ്രിയ. അയ്യോ സാറേ, ഞാനില്ല. ഇതിലിങ്ങോട്ട് വന്നപ്പോ തന്നെ ഇതിനകത്തുള്ള തണുപ്പ് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റിയല്ലായിരുന്നു. ഞാൻ നടന്നങ്ങ് പൊക്കോളന്നെ. അപ്പൊ പിന്നെ ബാക്കിയുള്ള കഥ അങ്ങ് ആലോചിക്കാമല്ലോ. എന്നാ പിന്നെ ഞാനും നടക്കാം. സാറേ, സാറ് വെയിൽ കൊള്ളാനൊന്നും പോകരുത്. AC അടിച്ചില്ലെങ്കിൽ ജലദോഷം വരുന്ന ശരീരപ്രകൃതമാണ് സാറിന്റേത്. മാത്രമല്ല വെയിൽ നീ പോ. ടൈറ്റിലിന് ശേഷം നമുക്ക് നന്ദുവിന്റെ 2ാം ഘട്ടത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഈശ്വര, ഞാൻ കാണുന്നത് സത്യം തന്നെയാണോ? വൈശാഖ സാർ ജീവിതത്തിൽ ആദ്യമായി നടന്നു പോകുന്നു. ഇനി എന്തൊക്കെ അസുഖങ്ങൾ വരുമോ ആവോ? കള്ളപ്രിയ, സത്യം പറ, എന്നാ നീ ഇൻഡസ്ട്രിയിലായിരുന്നില്ലേ? ഇൻഡസ്ട്രിയോ? അതെന്നാ? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഓ, ഈ ത്രെഡ് നീ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ത്രെഡോ? ഇതെന്നാ പറയുന്നേ? ഓ സൂപ്പർ. ഇതൊക്കെ സിനിമാ പദങ്ങളാണ്. ഈ അച്ഛനും മോനും സൈക്കിളിൽ പോകുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ, അത് നമുക്കൊരു ട്രാക്ക് ഇട്ട് പിടിക്കാം. റെയിൽവേ ട്രാക്കോ? ട്രാക്ക് ആൻഡ് ട്രോളി. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ടിഫിൻ ബോക്സ് തുറക്കുന്ന ഷോട്ടില്ലേ, അത് നമുക്ക് എന്താ പറയാ, ഒരു ക്രെയിൻ ഇട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം. എങ്ങനെ പിടിച്ചാലും സിനിമയെ കണ്ടാവും. രേവതി, ഇതെവിടെ പോയതാ? ഷോപ്പിങ്ങിന് പോയതാ. ആണോ? അതെ, പിന്നെ നമ്മുടെ അച്ചായൻ സാറിന് കഥ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പ്രിയൻ പറഞ്ഞു. പൂനെന്ന് പഠിച്ചിറങ്ങിയതല്ല ഞാൻ. അല്ല, രേവതി എന്തിനാ പഠിക്കുന്നു പറഞ്ഞില്ല? MSc. MK ഗ്രൂപ്പിന്റെ MDയുടെ മോളാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ബൈ ദ ബൈ, അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്ത് എവിടേക്കാണ് ബിസിനസ് ഉള്ളത്? ശ്രീലങ്കയിലും ദുബായിലും. ഹലോ,
ഞാൻ ഈ കുട്ടിയോടാണ് സംസാരിക്കുന്നത്. എന്ത് ചോദിച്ചാലും താനെന്തിനാടോ മറുപടി പറയുന്നത്? അത് മീര എന്നെ പോലെ തന്നെ. സാറ് ചൂടാന്ന് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആള് ഭയങ്കര ശുദ്ധനാ. ആര് പറഞ്ഞു ഞാൻ ശുദ്ധനാണെന്ന്? ആര് പറഞ്ഞു? ഞാൻ ചൂടനാ, മഹാചൂടനാ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ സാർ എത്രമാത്രം ശുദ്ധനാന്ന്. സാറ് ചൂടാവുന്നതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങ് ചിരി വരുമെന്നേ. എന്നാ പിന്നെ ഇവരങ്ങ് പൊക്കോട്ടില്ലയോ? അല്ല, എന്താ ഇത്ര ധൃതി? അല്ല അവര് വീട്ടിലൊക്കെ അന്വേഷിക്കുന്നേ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. എന്നാ പൊക്കോ. പിടിച്ചിരിക്കണം കേട്ടോ. ഓ അതൊക്കെ പോയാ മതി. ആ പോക്ക് കണ്ടു. ഒരു കോടീശ്വരന്റെ മകളാണെന്നുള്ള ഭാവമേ ഇല്ല. ആ പിന്നെ പ്രിയ, ഇപ്പൊ ക്രെയിൻ താഴെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. സാറേ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാമേ. വേണ്ടേ? നമസ്കാരം സാർ. ആ, ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയോ? കോടീശ്വരിയാണ് താനെന്നറിയുമ്പോൾ പ്രിയൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാനാണ് മീര ഇത് മറച്ചുവെച്ചത്. പക്ഷേ അവൻ പണത്തിൻ്റെ പുറകെ ഓടുന്നവനല്ല. കള്ളവും ചതിയൊന്നും അവൻ അറിയില്ല. മീര ജോലിക്കാരിയാണെന്ന് പറഞ്ഞു. അവൻ അത് വിശ്വസിച്ചു. എക്സ്ക്യൂസ് മീ. സാറിവിടെ? സാറിവിടെ ആരാ? മോൾക്കെന്നെ അറിയാം. ഞാൻ വന്നത് ഒരു സിനിമയുടെ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാനാ. സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാ. ചാനലിൽ നിന്ന് 1.5 കോടി രൂപ സാറ്റലൈറ്റ് റേറ്റ് കിട്ടും. ഡിസ്ട്രിബ്യൂഷൻ 50 ലക്ഷം ഉറപ്പാ. മോളോട് ചോദിച്ചാ അറിയാം. മോനെ ഇതല്ല മോള്. ആ അച്ചായം പ്രൊഡ്യൂസറുടെ അടുത്ത് തന്നെ പോകുന്നതാ നല്ലത്. സമയമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കേ. ഒരു 4-5 സിനിമക്കുള്ള കഥ ഇവിടെ നിന്ന് തന്നെ കിട്ടും.